പിറന്നാൾ ദിനമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ രാജ്യത്തെ ആദ്യത്തെ PM മിത്ര പാർക്കിന് തറക്കല്ലിടും. ടെക്സ്റ്റൈൽ കമ്പനികളിൽ നിന്ന് 23,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണിത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രമുഖർ നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്നു. വിനിത വിജയ് വിവരങ്ങളുമായി ചേർന്നു. വിനിത, പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ഏത് രീതിയിലാണ് BJP പ്രവർത്തകർ ഡൽഹിയിലടക്കം ആഘോഷമാക്കുന്നത്? ഹാഷ്മി, രാജ്യത്തുടനീളം വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ രാവിലെ 8 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത് ഈ രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ കർത്തവ്യ പത്തിലാണ് ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. അവിടെ മന്ത്രിമാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും എത്തി രക്തം ദാനം ചെയ്തു. ഒപ്പം തന്നെ ഈ ശുചിത്വ പരിപാടികൾ, ഭക്ഷണ വിതരണം, ആരോഗ്യ ക്യാമ്പുകൾ, ഇങ്ങനെയുള്ള വിവിധ പദ്ധതികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചില വികസന പദ്ധതികൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഡൽഹിയിൽ 41 ആരോഗ്യ മന്ത്രികൾ, അത് ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആരോഗ്യ സെന്ററുകളാണ്, അത് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കർത്തവ്യപഥിൽ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാ നൃത്തരൂപങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നത്. മലയാളികൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എത്തിയ ആളുകളൊക്കെ ആ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും അവർ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേരുകയും ചെയ്തു. ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേർന്നിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ലഘുഭക്ഷണ വിതരണമുണ്ട്. ഒപ്പം തന്നെ അവിടെ ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ശുചിത്വ പരിപാടികൾ, അതായത് സേവനവാരം 15 ദിവസം നീണ്ടു നിൽക്കുന്ന സേവനവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളൊക്കെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും അദ്ദേഹത്തിന്റെ 75ാം പിറന്നാൾ വിപുലമായി തന്നെയാണ് രാജ്യത്തുടനീളം BJP ആഘോഷമാക്കിയിരിക്കുന്നത്. വിനിത വിജയാണ് പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനത്തിലെ പരിപാടികളെപ്പറ്റിയും ആഘോഷങ്ങളെപ്പറ്റിയും പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.